ഇന്ന് നമ്മുടെ ദൈവമേ കൈത്തൊഴാം തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ദേവാലയമാണ് സെയിന്റ് തോമസ് റോമൻ കാത്തലിക് ലത്തീൻ പള്ളി. വേളി കായലിനും അറബിക്കടലിനും മധ്യയാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഈ ആരാധനാലയം സ്ഥിതി ചെയ്തത്. വേളി തീരത്തിന് കാവലായി നിൽക്കുന്ന ആരാധനാലയത്തിൽ ദിവസവും നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. കാണാം ദൈവമേ കൈത്തൊഴാം. പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഭരണകാലത്ത് മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി തീരദേശ മേഖലകളിൽ കത്തോലിക്കാ വിശ്വാസം ശക്തമായി. തുടർന്ന് പോർച്ചുഗീസ് ഭരണകൂടവും മാർപ്പാപ്പയും തമ്മിലുണ്ടാക്കിയ പാദ്രുവാദോ കരാറിന്റെ കീഴിലാണ് പള്ളി നിലവിൽ വരുന്നത്. 1886 പദ്രുവാദോ ഉടമ്പടി പുതുക്കിയപ്പോൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു വേളിപ്പള്ളി. ആദ്യകാലങ്ങളിൽ വേളി ഇടവക വളരെ വിസ്തൃതമായിരുന്നു. വടക്ക് കൊച്ചുതുറ മുതൽ തെക്ക് കണ്ണാന്തുറ വരെയുള്ള വലിയൊരു പ്രദേശം ഇതിന്റെ പരിധിയിലായിരുന്നു. ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് പള്ളി ഉൾപ്പെടെയുള്ള സമീപത്തെ പല പ്രശസ്ത ദേവാലയങ്ങളും ആദ്യകാലങ്ങളിൽ വേളി ഇടവകയുടെ കീഴിലുള്ള സബ് സ്റ്റേഷനുകളായിരുന്നു. പിന്നീട് ഭരണ സൗകര്യത്തിനായി ഇവ വേർപെടുത്തപ്പെട്ടു. ആദ്യ സമയത്ത് പോർച്ചുഗീസുകാർ ഇവിടെ ജനങ്ങൾ കൂടി വിശ്വാസമുള്ള ഒത്തിരി പേര് വന്നപ്പോൾ ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ളവർക്ക് ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് നിർമ്മിക്കപ്പെട്ട ദേവാലയമാണിത്. ഇവിടുത്തെ പെരുന്നാൾ അതിപുരാതന തീർത്ഥാടന കേന്ദ്രമാണ് ഈ വേളി സെയിന്റ് തോമസ് ദേവാലയം അറിയപ്പെടുന്നത്. പ്രശസ്തമായ വേളി ടൂറിസ്റ്റ് വില്ലേജിന് തൊട്ടടുത്താണ് ഈ ദേവാലയം. പള്ളിയുടെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് വേളിക്കായലുമാണ്. പോർച്ചുഗീസ് യൂറോപ്യൻ ശൈലികളുടെ സ്വാധീനമുള്ള മനോഹരമായ വാസ്തുവിദ്യയും ശാന്തമായ അന്തരീക്ഷവും കാരണം വിശ്വാസികൾക്ക് പുറമെ നിരവധി സഞ്ചാരികളും ഇവിടം സന്ദർശിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.